Hello guys, welcome to my channel, Mr. Chef. അടുത്തിടെയായിട്ട് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് പുഡിങ്. എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഷെരീഫ് എന്ന് പറയുന്ന ഒരു ബ്രോയുടെ വീട്ടിൽ ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് മരത്തേന്ന് പറിച്ചെടുത്തിട്ടുള്ള ഈന്തപ്പഴം, അപ്പോൾ അത് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പുഡിങ് ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ ആവശ്യമായുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം. നമ്മുടെ മിസംബ്ലേസ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം. ആദ്യമായി തന്നെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് നമുക്കൊരു 3 കപ്പ് മിൽക്ക് ഒഴിക്കാം. നമുക്ക് 3 കപ്പ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുന്ന 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ഡേറ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാം. നമ്മുടെ ഡേറ്റ്സ് നല്ല രീതിയിൽ പഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മളുടെ ഡേറ്റ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലെ സീഡ്സ് എടുത്തുനിന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കുരു കളഞ്ഞെടുത്ത 250 ഗ്രാം ഈന്തപ്പഴമാണ്. അടുത്തായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചാറ്റിയെടുത്ത മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം സീഡ് കളഞ്ഞെടുത്ത നമ്മളുടെ ഈന്തപ്പഴം ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് ഹാൻഡ് ബ്ലെൻഡറാണ്. നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാം, അത് എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നന്നായി ബ്ലെൻഡ് ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ജലാറ്റിൻ പൗഡർ ചൂടാക്കുന്നതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് പാത്രത്തിന്റെ മുകളിലേക്ക് ഒരു റൗണ്ട് പാത്രം വെക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. 1 കപ്പ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ പൗഡർ ആഡ് ചെയ്യാം. ജലാറ്റിൻ ഇട്ടതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മളുടെ ജലാറ്റിൻ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന പ്രോസസ്സിന് പറയുന്നത് ഡബിൾ ബോയിൽ എന്നാണ്. ഇതല്ല, നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോവേവ് തന്നെയാണ്. 10 സെക്കൻഡ് വീതം 2 പ്രാവശ്യം നമ്മൾ മൈക്രോവേവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജലാറ്റിൻ റെഡിയാവും. ജലാറ്റിൻ ഒരിക്കലും ബോയിൽ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ഡേറ്റ്സും മിൽക്കിൻ്റെയും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ജലാറ്റിൻ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിൻ്റെ കൂടെ നമ്മളൊരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ എവാപ്പറേറ്റഡ് മിൽക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം എക്സ്ട്രാ 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇത് ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചത് സെറ്റാക്കാം. അപ്പം ഞാൻ ഇന്ന് ഒഴിക്കുന്നത് ഒരു മോൾഡിലേക്കാണ്. നമ്മൾ കുറച്ച് ഇൻഡിവിജ്വൽ പാത്രത്തിലേക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള മാതിരി നിങ്ങളുടെ വീട്ടിലുള്ള ഏത് മോൾഡാണോ അതിലേക്ക് ഒഴിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് മിനിമം ഒരു 4 തുടങ്ങി 5 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. നമ്മളുടെ പുഡിങ് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത സ്ട്രോബെറി ആണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ സ്ട്രോബെറി ഇതിൽ മുക്കിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളുടെ ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഡിങ്ങിൻ്റെ ലിക്വിഡും അതിൻ്റെ ജലാറ്റിനും തമ്മിലുള്ള റേഷ്യോ അത് എത്രയായിരിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് 2 കപ്പ് ലിക്വിഡിന് 1 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത്. അതിപ്പോൾ ഏത് ഫ്ലേവറിലുള്ള പുഡിങ് ആയാലും ഇതിൻ്റെ റേഷ്യോ ഇങ്ങനെ തന്നെയാണ്, സെയിം ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് അഗർ അല്ലാന്നുണ്ടെങ്കിൽ ചൈന പുല്ല്. അത് വെച്ച് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ജലാറ്റിനാണ്. അപ്പോൾ ജലാറ്റിൻ മേടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ അൺഫ്ലേവേർഡ് ആയിട്ട്, അതായത് ഫ്ലേവർ ഇല്ലാത്ത ജലാറ്റിൻ മേടിക്കുക. അതുമാതിരി തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജലാറ്റിൻ 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ആനിമൽ ബേസ്ഡ് ജലാറ്റിൻ വരുന്നുണ്ട്, വേറൊന്ന്
വെജിറ്റബിൾ ബേസ്ഡ് ജലാറ്റിൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജലാറ്റിൻ പ്ലാന്റ് ബേസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ജലാറ്റിൻ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുന്ന വഴി നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ആവും. നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കാറുണ്ട്. അതിന് ആവശ്യമുള്ള കമൻസിന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾക്കെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായി ഗാർണിഷിന് ഉപയോഗിക്കാനായിട്ട് 1 കപ്പ് ക്രീമും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് ബീറ്ററിൽ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് തിക്കായതിനു ശേഷം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത നമ്മളുടെ പുഡിങ് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാവുന്ന നമ്മുടെ പുഡിങ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് നല്ല രീതിയിൽ ഡീമോൾഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നേരെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ പുഡിങ് നല്ല രീതിയിൽ ഡീമോൾഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട നമ്മളുടെ വിപ്പ് ചെയ്ത ക്രീം വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിന് സെൻറ്ററിലും കൂടെ നമുക്ക് കുറച്ച് ക്രീം പൈപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ സ്ട്രോബെറി ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന്റെ സൈഡിൽ വെക്കാം. നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ്, ഡേറ്റ്സ് പുഡിംഗ്. ഇന്ന് നമ്മളുടെ പുഡിങ്ങിന്റെ ടേസ്റ്റ് നോക്കുന്നത് നമുക്ക് ഡേറ്റ്സ് ഫ്രീ ആയിട്ട് തന്ന നമ്മുടെ ഷെരീഫ് ബായി ആണ്. അപ്പൊ നമുക്ക് ഷെരീഫ് ബായിയുടെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.